പരിതാനന്ദോ നിശിന്ദിശേഷ സമയേ തമതാവൃതായാമനധിഗത പശവാകസ്മികേനാവിദിനാകേതാദിനാമികൃതാദിത്യപ്രകൃതാണ് അംഗിരപ്രവരസുതമപശ്യം അദ്വയേന മനവദ്വേഷമാവശകർത്തർവർത്തകർമ്മനിഷ്പത്യമന്യമാന ബദ്വാരശനയാ ചണ്ഡികാഗൃഹമുപരിന്യമുദാദികസിതവദനാ പദവണയസ്ത്വം സ്വദിനാർപ്പിജാതേനാവാസാച്ചാദ്യ ഭൂഭൂഷണലേവ ശുക്ലകാതിരുപസ്കൃതം ഭുക്ലവൃന്ദം ധൂപദീവമാല്യരാജവിപ്രയാംഗലോഹാരയ വൈശംസ്ഥയാമകഥ ജീരസ്തിവൃതംഗമണഘോഷേണ പുരുഷശുംഭദ്രവല്യാമൃതാവേശയാമസു അത കൃഷ്ണരാജമണീം കൃഷ്ണശ്രവാസുഗാദേനാദേവീം ഭദ്രകാളീം യക്ഷ്യമാണതൃതിമന്ത്രം അസ്യതികലാളനിജതമുപാപതേ േഷാം കൃഷവാനാം രജസ്തമപ്രകൃതീനാം ധനമധരജോസിദ്ധാനസാം ഭഗവത്കലാവീരപുരം കദർത്തീവൃത്യോത്പദേനാശ്രയിതം വിഹൃതാം ഹിംസാനിഹാരാണാം കർമാവിദാരുണം യദ്ബ്രഹ്മഭൂതസ്യ സാക്ഷാൽ ബ്രഹ്മർഷിസുതസ്യ നിർവൈരസ്യ സർവഭൂതഭൂതസൂനായ ഭക്തന്മാദകാലംബനം തുലഭ്യ ബ്രഹ്മത്തെ ചാതുർവിഷയേണാനന്ദിയമാനേനാവപുഷ സകസ ഉച്ചജാതാസൈവ ദേവീ വജ്രകാളി അമേ മൂകാംബികേ ദേവി മൂകാംബികേ ലക്ഷ്മീ മൂകാംബികേ വദേ മൂകാംബികേ അമേ മൂകാംബികേ ദേവി മൂകാംബികേ ലക്ഷ്മീ മൂകാംബികേ വദേ മൂകാംബികേ അമേ മൂകാംബികേ ദേവി മൂകാംബികേ ലക്ഷ്മീ മൂകാംബികേ വദേ മൂകാംബികേ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവീ നമഃ ശ്രീജഗദംബികായൈ നമഃ ശ്രീഭദ്രകാളീ നമഃ ആത്മനെ വരതി ദേവി വിമുക്തദേഹാദ്യാത്മഭാവൃന്ദിനാം സർവസത്വസുഹൃതാത്മാനാം നിർവൈരാണാം സാക്ഷാത് ഭഗവതാത്മശാരിവരാലേന തൈർവാവേ പരിരക്ഷ്യമാണ തത്വാദമൂലബഹുലശ്രുതൈവശ്രുതാനാം ഭാഗവതപരാംസാനാം ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ മധ്യവസ്കൃതേ ചണ്ഡവരചരിതേ നവമോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അദശമോധ്യായ ശ്രീശുഭോവാച അദസന്തു സൗവീരവരേഷുണസവചേട്ടുലത്യാശ്രയതത്വനാദികാവാപുരുഷാന്വേഷണസമയേ ദേവേണോ സാന്താസജലഗതാഗേഷാതീവായുവാസവദനാംഗോഗരവജ്രം ചെയ്യാനോ അല്ലെങ്കിൽ ഈശ്വരവിചാരത്തിനോ ഒന്നും സമയമില്ല. അദ്ദേഹം യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ യാഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നാരദൻ ചെന്ന സമയത്ത്. പ്രാചീന ബലീസ് നാരദൻ വരുന്നതോടൊപ്പം കാര്യമായിട്ട് സ്വീകരിച്ചു. പക്ഷേ തിരക്കിലായിരുന്നു പ്രാചീന ബലീസ്. അത് യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാരദനാണ് കാത്തിരുന്നു. യാഗം കഴിയുമ്പോൾ ചേർന്നിട്ട് സംസാരിക്കാമെന്ന് ചോദിച്ചു. പക്ഷെ ആ യാഗം കഴിഞ്ഞപ്പോഴും സമയമൊന്നും ഉണ്ടായില്ല. അടുത്ത യാഗം തുടങ്ങി പ്രാചീന ബലീസ്. അപ്പൊ നാരദ മഹർഷി വീണ്ടും കാത്തിരുന്നു. നല്ല കാര്യമാണല്ലോ, യാഗല്ലേ, ആ പങ്കെടുക്കാമെന്ന് ചോദിച്ചു. പങ്കെടുത്തു, അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോ ഇത് കഴിഞ്ഞിട്ടാണോ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ പ്രാചീന ബലീസ് നിർത്തുന്ന ലക്ഷണം കാണാനില്ല. അത് കഴിഞ്ഞപ്പോ അടുത്ത യാഗം തുടങ്ങി. ഒരു 2-3 കഴിഞ്ഞപ്പോ നാരദ മഹർഷിക്ക് ഇതത്ര പന്തിയില്ലാതെ തോന്നി. എത്ര ദിവസം വെച്ചിട്ടാ കാത്തില്ല. അവസാനം നാരദ മഹർഷി ഒരു ദിവസം പിടിച്ചു നിർത്തിയില്ല പ്രാചീന ബലീസിനെ. ഇനി ഇത് കഴിഞ്ഞിട്ട് യാഗം ചെയ്താൽ മതി, ഞാൻ അങ്ങനെ കാണാമെന്നാണല്ലോ, കുറച്ച് നേരം വർത്താനം പറയാനുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, കഴിഞ്ഞിട്ട് യാഗം ചെയ്താൽ മതി പിടിച്ചു. അപ്പൊ പ്രാചീന ബലീസ് പറഞ്ഞു. പ്രാചീന ബലീസ് നാരദന്റെ അടുത്ത് വന്നിട്ട് എന്താ
അങ്ങനെ സ്വീകരിക്കാൻ ആമയം കിട്ടിയില്ല. യാഗം ചെയ്യണതിന്റെ തരത്തിലാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ അങ്ങനെ സ്വീകരിക്കാൻ ആമയം കിട്ടിയില്ല. അപ്പൊ സാരല്ല, ആദ്യമോഷി വന്നു, സാരല്ല. അങ്ങനെ എന്തിനാ യാഗം ചെയ്യണേ? ഇത്ര തലക്കൂട്ടി ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് അടുത്ത ഇങ്ങനെ യാഗം ചെയ്യണം എന്തിനാ? ഇത്ര അധികം യാഗം ചെയ്തിട്ട് എന്താ അത്ര വലിയ കാര്യം? എന്തിനാ യാഗം ചെയ്യണത് അത്ര അധികം? അപ്പൊ പ്രാചീന പരിഗണിച്ച അത്ഭുതത്തോളം ആളുകളുണ്ടായിരുന്നു നോക്കി. അങ്ങനെയൊക്കെ അറിയില്ലേ എന്തിനാ യാഗം ചെയ്യണം? അങ്ങനെയൊക്കെ അറിയാതിരിക്കുമോ? എല്ലാവർക്കും അറിയാം യാഗം ചെയ്യണതിന് വേണ്ടിയിട്ട്. സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലമായിട്ട് സുഖങ്ങൾ അനുഭവിക്കാം, അല്ലെ? നല്ല അനുഭവങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണല്ലോ സാധാരണ പറയാം. സൽക്കർമ്മങ്ങൾ ചെയ്താൽ നല്ലത് അനുഭവിക്കാം, ദുഷ്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ദോഷം അനുഭവിക്കാം, ദുഃഖം അനുഭവിക്കാം. അതാണ് സാമാന്യ നിയമം. അതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളെ അമ്പലത്തിലേക്ക് വരുന്നതും കുറച്ച് പുളിയൊക്കെ കിട്ടിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അമ്പലത്തിൽ വരുന്നതും ഭഗവാനോട് പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുന്നതും പായസമൊക്കെ കഴിയണതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? കുറച്ച് പുണ്യമൊക്കെ കിട്ടട്ടെ. അമ്പലത്തിൽ ചെല്ലണത് എന്തിനാന്ന് വെച്ചാൽ പുണ്യം കിട്ടാനാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ പുണ്യം കിട്ടിയാലോ? പുണ്യം കിട്ടിയാൽ നല്ല സമാധാനമാവും, സന്തോഷമാവും. സമാധാനമായിട്ടില്ല. അതുകൊണ്ടാണ് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ അമ്പലത്തിലായാലും സൽക്കർമ്മങ്ങൾ ചെയ്യണതായാലും എന്തിനാ അന്നദാനം ചെയ്യണത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പലമായിട്ട് നമുക്ക് കുറച്ച് പുണ്യം കിട്ടും. പുണ്യം കിട്ടിയാൽ എന്താണ്? പുണ്യം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. ഈ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യണതിന്റെ അന്തിമമായിട്ടുള്ള ഉദ്ദേശം എന്താ? അയാളുടെ ഉദ്ദേശം എന്താ? എനിക്ക് സുഖമാവണം. ആ ഉദ്ദേശത്തിലാണ് അയാൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം. അല്ലാണ്ട് ഇപ്പൊ അയാൾക്ക് വേറെ ആൾക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. എനിക്ക് സമാധാനമാണ്, എനിക്ക് സന്തോഷമാണോ, അതിന് വേണ്ടിയിട്ടാണ് സൽക്കർമ്മം എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യണത്. ആരോ മറിച്ച് ഇത് ദേവനോട് ചോദിച്ചപ്പോ അതിനുള്ള ഉത്തരം അദ്ദേഹം കൊണ്ടു. എന്തിനാ യാഗം ചെയ്യണമെന്ന് വെച്ചാൽ പുണ്യം കിട്ടണം. പുണ്യം കിട്ടിയ അതിന്റെ ഫലമായിട്ട് നമ്മളൊക്കെ സുഖമായിട്ടിരിക്കണമെന്ന് പറയുന്നുള്ളൂ. അത് അതിന്റെ ഏറ്റവും മാക്സിമം എന്താ? പുണ്യത്തിന്റെ ഏറ്റവും സുഖമായിട്ടുള്ള അവസ്ഥ സ്വർഗത്തിൽ പോവുക. പറയാം, അങ്ങനെയാണെങ്കിൽ പറയാം. സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. സ്വർഗം കാണണോ ചെയ്താ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് യാഗം ചെയ്യണം. 4 വർഷം ഒന്നും നല്ല കാര്യമാണ്. സ്വർഗത്തിൽ പോയാൽ നല്ല സുഖമാണ്. സ്വർഗത്തിൽ പോകാൻ വേണ്ടി യാഗം ചെയ്യാറുണ്ട് ആൾക്കാർ. നല്ല കാര്യമാണ്. ഏതായാലും സ്വർഗത്തിൽ പോകാൻ തയ്യാറായിരിക്കുകയാണല്ലോ. സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാമെന്ന് തോന്നുന്നു. ഇത്ര 4 വർഷം എന്നെ ഒന്ന് തൊട്ട് നോക്കിക്കോളൂ. സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രാജ്യപരിഹരിച്ചിനും കൗതുകമായി. ഏതായാലും സ്വർഗത്തിൽ പോകാൻ തയ്യാറായിട്ടിരിക്കുന്ന ആളാണ്. പിന്നെ പോണ വഴിയൊന്നും അറിഞ്ഞിരുന്നാൽ നല്ലതാണല്ലോ. എവിടേക്കെങ്കിലൊക്കെ പോണതിനും ആദ്യം തന്നെ ഗൂഗിൾ മാപ്പ് കിട്ടും. വഴി കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പോകാലോ. അതിനനുസരിച്ച് സുഖമായിട്ട് പോലെ വഴി തെറ്റാതെ 4 വർഷം തൊട്ട് തെക്കോട്ട് നോക്കിയപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴിയൊക്കെ കണ്ടു. നല്ല രസമായിട്ടുള്ള വഴിയാണ്. നല്ല സുന്ദരമായിട്ടുള്ള വഴി, നല്ല